എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വൈജയന്തി കിടക്കുന്ന ആ റൂമിൻ്റെ അവിടെ വന്നിട്ട് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരാൾ ഡോറ് തുറന്ന് അകത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കൂ കേട്ടോ. അവിടെ ഉള്ളിലുണ്ടായിരുന്ന നേഴ്സ് അവരോട് പോകാൻ പറയും. അത് കഴിഞ്ഞ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറയുക വൈജയന്തിനോട് ആ നേഴ്സ്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ആളുകളൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആ നേഴ്സ് ചോദിക്കുന്ന സമയത്ത് ഈ കിടക്കുന്ന മാഡത്തിൻ്റെ മകനല്ലേ ഒരു ചെറിയ പെൺകുട്ടീനെ കൊണ്ടുപോയി ഇങ്ങനെ ബലാത്സംഗം ചെയ്തത്, ഇങ്ങനെയാണോ മക്കളെ വളർത്തി വെച്ചിരിക്കുന്നത്, വലിയ കുടുംബക്കാരാണല്ലോ, പെണ്ണുപിടിയന്മാരായിട്ടാണോ വളർത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് കളിയാക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന നേഴ്സ് അവരോട് പറയുന്നുണ്ടായിരുന്നു, ഇതിങ്ങനെ ഹോസ്പിറ്റലാണ്, അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുകയെന്ന് പറയും. അപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വരും കേട്ടോ. അവരെ പിടിച്ച് പുറത്താക്കാൻ പറയേ. അങ്ങനെ പിന്നെ അവർ ആ നേഴ്സ് ചീത്ത പറയുന്ന സമയത്ത് ഡോർ അടച്ചിട്ട് പോവേ. എന്നിട്ട് നേഴ്സാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കണം, നാട്ടുകാർ കല്ലെറിഞ്ഞ് കൊല്ലും എന്ന് പറയാനായിട്ട്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുന്നത്, ഓ ബാക്കിയുള്ള എല്ലാവരും നല്ലവരാണല്ലോ എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. മകനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ മകൻ മാത്രമല്ലല്ലോ, നിങ്ങളുടെ ബ്രദറിൻ്റെ മകനും കൂടി ഇല്ലേ എന്ന് ചോദിക്കൂ കേട്ടോ. ഇങ്ങനെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കൈതയ്ക്കൽ മാളിക വീട്ടിൽ ശിവശങ്കർ മേനോൻ്റെ മകൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ എനിക്കൊരു പത്രം കിട്ടുമെന്ന് നോക്കിയേ. അപ്പോൾ ആ നേഴ്സ് പത്രം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭാര്യയുടെയും രോഹിത്തിൻ്റെയും എല്ലാവരുടെയും ഫോട്ടോ അതിലുണ്ടല്ലോ. അപ്പോൾ ആ വാർത്തയൊക്കെ വായിച്ചിട്ട് വൈജയന്തിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. ആ പത്രം മറച്ചു പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു നേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേഴ്സിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു പത്രം കിട്ടാൻ വഴിയുണ്ടോയെന്ന്. അപ്പോൾ ഇല്ല സാർ, ഇവിടുന്ന് ഒരു അരമണിക്കൂറെങ്കിലും ദൂരമുണ്ട് പത്രം വായിക്കാൻ പോകണമെങ്കിലെന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എൻ്റെ ബൈസ്റ്റാൻഡർ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കുമോ, രാവിലെ ആയപ്പോൾ കണ്ടില്ല എന്ന് പറയും. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകും കേട്ടോ. എന്തായാലും ഗോവർദ്ധനെ വിളിച്ചുകൊണ്ട് തന്നെയാണ് നേഴ്സ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ഗോവർദ്ധനെ രാവിലെ ആയപ്പോൾ കണ്ടില്ലല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടോ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു പേപ്പർ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും എഴുതാനാണോ എന്ന്. അപ്പോൾ അല്ല, ന്യൂസ് പേപ്പർ ആണെന്ന് പറയും കേട്ടോ. അപ്പം ബാലേട്ടൻ ഇപ്പോൾ പത്രമൊന്നും വായിക്കേണ്ട എന്ന് പറയേ. ബാലേട്ടനോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ റിലാക്സ് ചെയ്ത് കിടക്കാനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയും പറഞ്ഞിട്ടുണ്ട് ബാലേട്ടന് പത്രമൊന്നും വായിച്ച് തരണ്ട എന്നുള്ളതെന്ന് പറയുമ്പോൾ, അവൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ ബാലേന്ദ്രൻ. പത്രത്തിൽ നമ്മളെ ടെൻഷനാക്കുന്ന പല വാർത്തകളും ഉണ്ടാവും, അതുകൊണ്ട് പത്രമൊന്നും വായിക്കേണ്ട എന്നുള്ള രീതിയിലാട്ടോ ഗോവർദ്ധൻ സംസാരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് എന്തൊക്കെയാണ് പത്രത്തിൽ വരികയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആ പത്രം അച്ചടിക്കുന്നതിന് മുന്നേ അതിൽ വരുന്ന വാർത്തകൾ വായിച്ചിട്ട് കിടക്കുന്നവനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഫോണാണെങ്കിൽ ഒരുത്തി വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറയട്ടോ, എന്നെ ആരും വിളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അതിലിപ്പോൾ എത്ര കോൾ വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതുവരെ വിളിക്കാത്തവന്മാർ വരെ വിളിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ടാവില്ല. അവർക്കൊക്കെ മനസ്സിലായി ബാലചന്ദ്രൻ്റെ തലയ്ക്ക് പിന്നിലൊരു അടി കിട്ടിയെന്നുള്ളത്. ഞാൻ ഉടനെയൊന്നും എണീക്കില്ല എന്നും അവർക്ക് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ തൻ്റെ ഫോണെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ എന്തായാലും ഗോവർദ്ധൻ ഒന്ന് മടിക്കുന്നുണ്ട്, എന്തായാലും പിന്നെ കൊടുക്കും കേട്ടോ ഫോൺ. അപ്പോൾ അലീനയ്ക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അലീന ഗോവർദ്ധനാണെന്ന് വിചാരിച്ചാണ് കേട്ടോ കോൾ എടുക്കുന്നത്. അപ്പോൾ അച്ഛനായിരുന്നോ എന്ന് ചോദിക്കും. എൻ്റെ ഫോൺ പിന്നെ നീ വാങ്ങിക്കൊണ്ട് പോയതല്ലേ, പിന്നെ എനിക്ക് വിളിക്കണ്ടേന്ന് പറയും. അങ്ങനെ പിന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ എപ്പോഴാണ് അവരെ സ്റ്റേഷനിൽ നിന്ന് വിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, അവർ രാത്രിയോടുകൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി എന്ന് പറയും കേട്ടോ. എന്തായിരുന്നു അവരുടെ ആവശ്യം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, രോഹിത്തിനെതിരെ പരാതി എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ പരാതി അന്ന് തന്നെ നീ കൊടുക്കേണ്ടതല്ലായിരുന്നോ, എന്നാൽ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ, അച്ഛൻ ഇവിടുത്തെ കാര്യമൊന്നും ഓർക്കണ്ട, അതല്ല എനിക്ക് വിട്ടേക്ക്, അച്ഛൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇപ്പോൾ ബെഡ് റെസ്റ്റ് എടുത്ത് കിടന്നാൽ മതി എന്ന് പറയും കേട്ടോ. പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ഗോവർദ്ധനങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതലൊന്നും അച്ഛന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ എന്തായാലും അച്ഛനെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടോളാം, ഞാൻ വെക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെക്കും കേട്ടോ. അപ്പം ബാലേന്ദ്രനാണെങ്കിലും അലീനനെ എങ്ങനെയാണ് പോലീസ് വിട്ടേന്നൊക്കെ അറിയണമല്ലോ, അപ്പോൾ അത് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും അലീന കോള് കട്ടാക്കിയിട്ടുണ്ടാവേ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ കിടക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടീനെയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പത്രം അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അതിലിങ്ങനെ ഹരിയുടെയും രോഹിത്തിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ച് വാർത്ത വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ അലീനേനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അലീന കിച്ചണിലായിരുന്നു. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് രേവതിക്കുട്ടിയാണ് നോക്കുമ്പോൾ. അപ്പോൾ അലീനയ്ക്കും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കോൾ എടുക്കും. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എന്തെടുക്കായിരുന്നു എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ രാത്രിയിലെ ഉറക്കമൊക്കെ ശരിയായില്ലേ, അതൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയായി എന്ന് പറയും. പിന്നീട് പത്രം കണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അവരിങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ചേച്ചി കണ്ടില്ലേ, ഇതൊക്കെ ഇനിയിപ്പോൾ ലോകം മുഴുവൻ അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, പത്രങ്ങൾക്ക് ഒരു ചൂടുള്ള
എന്നുള്ള വാർത്ത കിട്ടിയതല്ലേ, അത് തടയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ചേച്ചി അവിടെ പെട്ടുപോയി അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എൻ്റെ കുടുംബമല്ലേ മോളെ, എൻ്റെ കൂടപ്പിറപ്പല്ലേ അവൻ എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ചേച്ചി വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ, ബ്രിജിത്ത മമ്മി പറയാറില്ലേ നമ്മളോട്, ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ലോകമായിരിക്കില്ല, പിറ്റേ ദിവസം മാറ്റങ്ങൾ വരും, നമ്മുടെ കൂടെ ബ്രിജിത്ത മമ്മി ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയും പറയുന്നുണ്ട്, അതാണ് പിന്നെ ഒരു സമാധാനം, മനസ്സിൽ എന്ത് ചോദ്യം ഉണ്ടായാലും അതിന് ഉത്തരം കിട്ടും എന്ന് പറയൂട്ടോ. എന്നിട്ട് പിന്നെ രേവതിക്കുട്ടി ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യേ. അത് കഴിഞ്ഞ് പിന്നീട് ശിവശങ്കരനാണെങ്കിലും ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണല്ലോ, പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. മനു നല്ല ഉറക്കമാണ്. അപ്പോൾ കുറേ റിങ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മനു കോൾ എടുക്കുന്നത്. സോഫയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുവിന് ആളെ മനസ്സിലായതും ഇല്ല കേട്ടോ. അപ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും ആരാന്ന് ചോദിക്കുന്നത്. നിൻ്റെ അച്ഛനാടാ നീ. അപ്പോൾ മനുവിനാണെങ്കിൽ മനസ്സിലായില്ലല്ലോ, അപ്പോൾ അച്ഛനായിരുന്നു. ഞാനിപ്പോൾ തുറക്കാം, റിമോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും പിന്നെ ഗേറ്റ് തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലയും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആരാ മനു എന്ന് ചോദിച്ചിട്ട്. അപ്പം അച്ഛനാണെന്ന് പറയും. മനു അപ്പോഴേക്കും ഡിക്കിന്ന് ശിവൻ്റെ ട്രോളി ബാഗൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതെടുത്ത് അകത്തേക്ക് അങ്ങ് പോവും. അപ്പോഴേക്കും ശിവൻ വരുന്ന കാണുമ്പോൾ തന്നെ കമലയാണെങ്കിലും കരഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ. നമ്മുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ കൂട്ടുകാർ കൊണ്ടുപോയി കുടുക്കിയതാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ശിവനാണെങ്കിലും ഒന്നും പറയാതെ കമലേനെ തുറച്ചൊരു നോട്ടം നോക്കിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകും കേട്ടോ. കമലയുടെ സംസാരം കേട്ടിട്ട് മനുവിനാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കമലയാണെങ്കിലും പിന്നീട് വേഗം ശിവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ മോന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ ശിവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുവേ. അപ്പോൾ മനു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, നീ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലേന്ന്. അപ്പോൾ മനു ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു, ആ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് ചെല്ല്, മകനെ വിളിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, അവന് അലീനേനെ പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ചാടി പോകാൻ ഭയങ്കര ധൃതിയായിരുന്നു, ഞാൻ തടഞ്ഞുകൊണ്ടാണ് അവൻ പോകാതിരുന്നത്. ഹരീനെ പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇവിടുന്ന് അനങ്ങിയില്ല എന്ന് പറയേ. അപ്പോൾ ഞാൻ തടഞ്ഞുകൊണ്ടാണ് അലീനേനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് അറിഞ്ഞപ്പോൾ ഇവിടുന്ന് അവൻ പോകാതിരുന്നത് എന്ന് പറയുമ്പോൾ, അതുകൊണ്ടൊന്നല്ല, അലീനനെ സ്റ്റേഷനിൽ ചെന്നാലും കാണാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാതിരുന്നത് എന്ന് പറയൂ കേട്ടോ. ഗോവർദ്ധന അങ്കിൾ ചെന്നിട്ട് അലീനയെ കാണാൻ അവർ സമ്മതിച്ചില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നല്ലോ ഒരു ഇതും കൂടാതെ എന്നിങ്ങനെ കമല പറയുന്ന സമയത്ത്, അത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഡിവൈഎസ്പി അവളെ വിട്ടയച്ചത്. അത് ഇപ്പോൾ മാമച്ചനങ്ങളും അവരുടെ റിലേറ്റീവ്സും ഒക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അലീനയെ വിട്ടയച്ചതെന്ന് പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നമുക്കും ഇങ്ങനെ എറണാകുളത്തിന് പോയിട്ട് മാമച്ചൻ എന്ന് പറയുന്ന ആളെ കണ്ടാലോ എന്ന് ചോദിക്കൂട്ടോ. അലീനി അവരും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അവർ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാരൊന്നുമല്ല, അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ വിളിച്ച് പറഞ്ഞതും അലീനയെ വിട്ടയച്ചതും എന്ന് പറയൂട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അലീനയെ കൊണ്ട് പറയിപ്പിച്ചാലോ, നീയല്ലേ അവളെ കഴക്കൂട്ടത്തുനിന്ന് വിളിച്ചുകൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ മനുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണല്ലോ ഇവിടുത്തെ വലിയ പ്രശ്നം, അലീനയാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്, അലീനയാണല്ലോ അവർക്ക് ആ പെൺകുട്ടീനെ സെറ്റാക്കി കൊടുത്തതും, എന്നിട്ട് അവൾ തന്നെ പോലീസിന് ഒറ്റിക്കൊടുക്കുകയും ഹരീനെയും രോഹിതിനെയും മർദ്ദിക്കാൻ പോലീസിനോട് പറഞ്ഞതും അവളാണ്. ഇനിയിപ്പോൾ നാളെ അവരെ കോടതിയിൽ ഇങ്ങനെ ഹാജരാക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിനോട് അവൾ പറയും അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന്. ഇങ്ങനെ അലീനെ അയാളെ സ്വാധീനിക്കുന്നു പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് പോകട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നിട്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, അവനിങ്ങനെ കൂടപ്പിറപ്പിനോടും കുടുംബത്തോടും ഒന്നും ഒരു സ്നേഹമില്ല, തിന്ന ചോറിന് നന്ദിയില്ല എന്നൊക്കെ ആയിട്ട് പറയുന്നത്. മനുവാണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് അലീന ബാലേന്ദ്രനെ കാണാൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ ബാലേന്ദ്രനോട് അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു കത്രിക കിട്ടിയോണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടു, അപ്പോൾ എന്നെപ്പോലെ തന്നെ അവളെയും കാണണം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കമലയാണെങ്കിലും ഇങ്ങനെ ഹരീനെ ന്യായീകരിച്ചുകൊണ്ട് ഓരോന്ന് പറയുന്ന സമയത്ത് മനു പറയുന്നുണ്ടായിരുന്നു, അമ്മ പറയുന്നത് മാത്രം കേട്ട് അച്ഛൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പത്രമൊക്കെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോല് കാണിച്ച്